വിവരമാണ് ലഭിക്കുന്നത്. 12 വയസ്സുകാരനോടാണ് ഈ കൊടും ക്രൂരത കാണിച്ചത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ഭീഷണാസ്പദമായ സംഭവം നടന്നത്. അതായത് ഇവരുടെ വീട്ടിൽ ഈ കുട്ടിയുടെ പിതൃ സഹോദരനും ഭാര്യയും മകനും ചേർന്നാണ് ഈ കുട്ടിയെ അതിക്രൂരമായ രീതിയിൽ ദൃശ്യരഹിതമായ രീതിയിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ വീട്ടിൽ നിന്നും കാണാതെ പോയി വാച്ച് മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ഈ 12-കാരനെ ഈ പിതൃ സഹോദരനും ഭാര്യയും ചേർന്ന് വീട്ടിലേക്ക് വെളുപ്പിക്കുകയായിരുന്നു. വിളിച്ചുവരുത്തെ പിതൃ സഹോദരനും ഭാര്യയും ചേർന്ന് ഈ കുട്ടിയെ മുറിയിൽ കൂട്ടിയിട്ടു. കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ചു. മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും എല്ലാം തന്നെ മുളക് പുരട്ടി കണ്ണിൽ മുളക് വെള്ളം ഒഴിച്ചു. കാൽനഖത്തിൽ ഈർക്കിലും കൈനഖത്തിൽ ടൂസ്റ്റിക്കും കുത്തിക്കയറ്റി. അങ്ങനെ അതിക്രൂരമായ രീതിയിൽ ഉള്ള ഒരു ഭീഷണമായിരുന്നു കുട്ടി നേരിട്ടിരുന്നത്. മാത്രമല്ല കൂട്ടിയിട്ട മുറിയിൽ നിന്നും രാത്രി സാഹസികമായി പുറത്തു കടന്നാണ് ഈ കുട്ടി പിന്നീട് വഴിയരികിക്കണ്ട നാട്ടുകാരന്റെ വിവരം അറിയിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. നാട്ടുകാരാണ് എത്തിച്ചത്. എന്നാൽ ആദ്യം ഈ കൊടുവള്ളി പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും വലിയൊരു അനാസ്ഥയായി. നാട്ടുകാരൻ ഈ വ്യക്തി കുട്ടിയുടെ രക്ഷിതാക്കളുടെ വിവരം അറിയിച്ചു. രക്ഷിതാക്കളുടെ വിവരം അറിയിച്ച് രക്ഷിതാക്കളോട് കുട്ടിയെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ രക്ഷിതാക്കൾ ക്ഷേമ സമിതി മുൻപാകെ കുട്ടിയെ ഹാജരാക്കി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് റൂറൽ എസ് പി മെറിൻ ജോസഫ് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് കൊടുവള്ളി പോലീസ് കേസെടുത്തത്. ഈ കേസിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് അമാന്തമുണ്ട് എന്നൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. കൊടുവള്ളി എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊടുവള്ളി പോലീസ് പറയുന്നത് ഈ കുട്ടിയുടെ പിതൃ സഹോദരനും ഭാര്യയും അവരുടെ മകനും 3 പേരും കേരളം വിട്ടു എന്നുള്ളതാണ്. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നിലയിലാണ് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് പോലീസ് ഇക്കാര്യത്തിൽ അമാന്തം കാണിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ പ്രതികൾ ഒന്നിനും പോയി അവരെ പിടികൂടാൻ ഊർജിത അന്വേഷണം നടത്തുമെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ 12-കാരന് കൗൺസിലിംഗ് നൽകിയ ശേഷം CWC കീഴിലുള്ള താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ചിട്ടുണ്ട്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.